നിരാഹാര സമരമിരിക്കുന്ന കർഷക നേതാവ് ജഗജിത് സിംഗ് ദലേവാളിനെ ചൊവ്വാഴ്ചക്കകം ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് പഞ്ചാബ് സർക്കാരിന് സുപ്രീം കോടതിയുടെ താക്കീത്. ആരോഗ്യസ്ഥിതി വഷളാകാൻ കാരണം പഞ്ചാബ് സർക്കാരാണെന്നും വിമർശനം. ദലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കൂടെയുള്ള കർഷക നേതാക്കൾ അനുവദിക്കില്ലെന്ന് പഞ്ചാബ് സർക്കാർ കോടതിയെ അറിയിച്ചു. അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ദലേവാളിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റണം, ചൊവ്വാഴ്ചക്കുള്ളിൽ ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ മോശമായി തുടരുകയാണോ? ഇതിൽ പഞ്ചാബ് സർക്കാർ എന്താണ് കോടതി അറിയിച്ചത്? ദിവ്യ, കഴിഞ്ഞ മാസം 26-നാണ് കർഷക നേതാവായ ജഗദീപ് ദല്ലേവാൾ ഇത്തരത്തിൽ നിരാഹാര സമരം ആരംഭിക്കുന്നത്. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ മാസം 26-ന് ഈ സമരം ഒരു മാസം പിന്നിടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി ഇടപെട്ടിരുന്നു. സുപ്രീം കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചത് പഞ്ചാബ് സർക്കാരിനോട് ഈ സമരം അവസാനിപ്പിച്ച് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ പഞ്ചാബ് സർക്കാർ പാലിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ശക്തമായ ഒരു താക്കീത് എന്ന് സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് നൽകിയിരിക്കുന്നത്. ഈ മാസം 31, അതായത് ചൊവ്വാഴ്ചക്കകം ജഗദീപ് ദല്ലേവാളിനെ ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചു. പഞ്ചാബ് സർക്കാർ ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്താത്തതാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം പഞ്ചാബ് സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചത് കർഷക നേതാക്കൾ, ഇദ്ദേഹത്തിനൊപ്പമുള്ള കർഷക നേതാക്കൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ അനുവദിക്കുന്നില്ല എന്നതാണ് ഇന്ന് പ്രധാനമായും പഞ്ചാബ് സർക്കാർ കോടതിയെ അറിയിച്ചത്. അതേസമയം ഇതിനെ കോടതി പറഞ്ഞത് ദല്ലേവാളിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്, കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള സമ്മർദ്ദം ദല്ലേവാളിന് മൂലമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ അഭ്യൂഹകാംക്ഷികളല്ലെന്നും കോടതി വിമർശനം ഉയർത്തി. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു ഇടപെടൽ പഞ്ചാബ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് CPM പോളിറ്റ് ബ്യൂറോ അടക്കം ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെടുന്നത്. എന്തായാലും നമുക്കറിയാം, ഖനൌരിയിലാണ് ഇപ്പോൾ ദല്ലേവാൾ ഉള്ളത്. മറ്റേ ശംഭു അതിർത്തിയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നാളെ മഹാകാപ്പ് പഞ്ചായത്ത് കർഷകർ നടത്താൻ പോവുകയാണ്. മഹാകാപ്പ് പഞ്ചായത്തിന് ശേഷമായിരിക്കും ഈ കർഷക സമരത്തിന്റെ തുടർ നടപടികൾ കർഷകർ പ്രഖ്യാപിക്കുക. എന്തായാലും ദല്ലേവാളുടെ ആരോഗ്യസ്ഥിതിയിൽ ഉടനടി ഇടപെടൽ വേണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു താക്കീത്. നിരാഹാര സമരമിരിക്കുന്ന കർഷക നേതാവ് ദല്ലേവാളിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റണം, അതിൽ പഞ്ചാബ് സർക്കാർ ഇടപെടൽ നടത്തണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.